ബിജെപിയുടെ ആൾക്കാർ എൻ്റെ തോന്നി ഇങ്ങനെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിൽപ്പുണ്ട്, അപ്പോൾ സ്ഥാനാർത്ഥിയുടെ വീട് വരെ ഒന്ന് വരണം. കഴിയുന്നൊരു ഭവനമാണെങ്കിലും ശോചനീയമായൊരവസ്ഥയിലാണ്. പഴയത് വീടല്ല, ഒരു ടാർപ്പാളം മറച്ച് ഈ കാട്ടിക്കിടന്ന കമ്പ് ഭർത്താവും മക്കളും കൂടെയൊക്കെ ഒടിച്ച് പറക്കി അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കിടക്കാൻ പറ്റിയ ഒരു വീടായിരുന്നത്. പിന്നെ ആലോചിച്ച് ഇവർക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ ഇവർ പാസ്സാക്കി വെച്ചിരിക്കും, ഞാനെന്തിനാ പുതിയ ആളെ കൊണ്ടിരുന്നത്, അത്രയും ഡിലേയും മാറി കിട്ടി, അതുകൊണ്ട് പെട്ടെന്ന് തുടങ്ങാൻ പറ്റിയത്. ദൈവത്തെ പോലെ ഓടി വന്ന് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ എൻ്റെ ആയുസ് മൊത്തമുള്ള കടപ്പാട് കുടുംബത്തിനോടും. നമസ്കാരം. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിലാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഇറയങ്കോട് വാർഡിലെ BJP സ്ഥാനാർത്ഥിയായ ശ്രുതിയുടെ ദയനീയമായ ജീവിത സാഹചര്യം നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് BJP സ്ഥാനാർത്ഥിയായിരുന്ന ശ്രുതിയുടെ പഴയ വീടിന് മുൻപിലാണ്. ഇതൊരു വീടാണ് എന്ന് വിശേഷിപ്പിക്കാൻ പോലും സാധിക്കില്ല. പഴയ വീടിൻ്റെ ഒരു ഭാഗമാണ്, ആ ഷെഡിൻ്റെ ഒരു ഭാഗമാണ്. അന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കൃഷ്ണകുമാർ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുക എന്നുള്ള ചോദ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഉയർന്നു വന്നത്. ഇപ്പോൾ അന്ന് പ്രചരണ വേളയിലായതുകൊണ്ട്, അതുകൂടാതെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ ഉള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അന്ന് വീട് പണിതു കൊടുക്കാനോ മറ്റും തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അന്ന് ശ്രുതിയോട് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു, ഞാൻ തിരിച്ചു വരും, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരും. അദ്ദേഹം പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നു. ഇപ്പോൾ ശ്രുതിക്ക് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുകയാണ് കൃഷ്ണകുമാർ. പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ശ്രുതി മുൻപ് താമസിച്ച ഷെഡിൻ്റെ ഭാഗമാണ്, പൊളിച്ചു മാറ്റിയ ഭാഗമാണ്. ഇതിന് തൊട്ട് മുൻപിലായാണ് പുതിയ വീട് കൃഷ്ണകുമാർ പണിത് നൽകുന്നത്. എന്തായാലും അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങാണ് നിലവിലിപ്പോൾ നടക്കുന്നത്. ശ്രുതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതിന് നന്ദി ഇവിടുത്തെ നാട്ടുകാരോടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇലക്ഷൻ സമയത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടുത്തെ സംഘത്തിൻ്റെയും BJPയുടെ ആൾക്കാർ എൻ്റെ തോന്നി ഇങ്ങനെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിൽപ്പുണ്ട്, അപ്പോൾ സ്ഥാനാർത്ഥിയുടെ വീട് വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്താ നമുക്ക് വരാമല്ലോ. പക്ഷെ വന്നപ്പോൾ അത് ഒരു വീടായിട്ട് പോലും തോന്നിയില്ല. ഇവർ കഴിയുന്നൊരു ഭവനമാണെങ്കിലും ശോചനീയമായൊരവസ്ഥയിൽ. അപ്പോൾ ഞാൻ അന്നിങ്ങനെ പറഞ്ഞു, ഈ ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിൽക്കുമ്പോൾ നമുക്ക് പലതും പറയാൻ കഴിയില്ലെങ്കിലും ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, നമുക്കൊരു വീട് ശരിയാക്കാം എന്ന് പറഞ്ഞു. അന്നിങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങനെ കയ്യിൽ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു വിശ്വാസം എവിടെ നിന്നെങ്കിലൊക്കെ കാര്യങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഇവരുടെ സമയം വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ അതുകൊണ്ട് സാമ്പത്തികമൊക്കെ ഒത്തുവന്നു, പിള്ളേർ ഇഷ്ടം പോലെ തന്നു, പിന്നെ KHN എന്നൊരു സംഘടന തന്നു. ഇങ്ങനെ പലതും കൂടെ ആയപ്പോഴത്തേക്ക് ഇവർക്ക് നല്ലൊരു വീട് ശരിയായി വരുന്നത്. ആ തറക്കല്ലിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഇവർ തന്നെ ഇവിടെ നിന്ന് സ്പീഡാക്കട്ടെ. ശ്രുതി, എന്തായിരുന്നു പഴയൊരു വീടിൻ്റെ സാഹചര്യം? പഴയത് വീടല്ല, ഒരു ടാർപ്പാളം മറച്ച് ഈ കാട്ടിക്കിടന്ന കമ്പ് ഭർത്താവും മക്കളും കൂടെയൊക്കെ ഒടിച്ച് പറക്കി അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കിടക്കാൻ പറ്റിയ ഒരു വീടായിരുന്നത്. അതിൻ്റെ ഒരു കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു ചുമര് നമുക്ക് കെട്ടി, നമുക്ക് കറണ്ട് കിട്ടി. അങ്ങനെ പിള്ളേർക്ക് പഠിക്കാൻ, മൂത്താൾ 10ാം ക്ലാസ്സിലായതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. സാറിൻ്റെ വീട്ടിൽ വരികയും പല അങ്ങനെ ഭയങ്കര ഒരു സഹായങ്ങൾ സഹായിച്ചു. കൃഷ്ണകുമാരേട്ടൻ ഇന്നാളും കൂടെ വന്നു, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നമുക്ക് പറഞ്ഞ് നമുക്ക് കിടക്കാൻ ഒരു പ്ലാനൊക്കെ തന്നപ്പോൾ ഇനി പ്ലാൻ പാസ്സാകും. അപ്പോൾ ഇവർ ഓൾറെഡി ഒരു പ്ലാൻ പാസ്സായതുണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെ ആളെ അയച്ചു പ്ലാൻ വരയ്ക്കാനായിട്ട്. അപ്പോൾ പിന്നെ ആലോചിച്ച് ഇവർക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ ഇവർ പാസ്സാക്കി വെച്ചിരിക്കും, ഞാനെന്തിനാ പുതിയ ആളെ കൊണ്ടിരുന്നത്, അത്രയും ഡിലേയും മാറി കിട്ടി, അതുകൊണ്ട് പെട്ടെന്ന് തുടങ്ങാൻ പറ്റിയത്. ലൈഫ് മിഷൻ കൊടുത്തിരുന്നു. വർഷങ്ങളോളം ഞാൻ കയറി ഇറങ്ങി എന്നിട്ട് പല തവണയും ജോലി സ്ഥലത്തിൽ നിന്ന് വിളിച്ചിട്ട് എന്നിട്ട് പറയാം ഒരു പേപ്പറിന് വേണ്ടിയിട്ടാണ്, പിന്നെ പൈസ ഒന്നും വന്നിട്ടില്ല, വരുമ്പോൾ അറിയിക്കാം എന്ന് പറഞ്ഞ് ഇലക്ഷൻ നിൽക്കുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് എനിക്ക് 40,000 രൂപ ഇട്ട് തന്നത്. അതുവരെ ഒരു ഇതുമില്ല. 2022 എനിക്ക് ഭൂമി കിട്ടിയത്. അതിനുശേഷം ഞാൻ വീടിന് അപ്പോഴെനിക്ക് ചെയ്യേണ്ടതായിരുന്നു. ഇതുവരെ അവർ 3 വർഷം കൊണ്ട് നമ്മൾ ഇവിടെ കിടക്കുകയാണ്. ഇതുവരെ അവർ ഒന്നും പറഞ്ഞുമില്ല, വന്നുമില്ല, ഒന്നുമില്ല. മണ്ണ് വീട് 3 വർഷമായി ഷെഡിലാണ്. അപ്പം അന്ന് ഇപ്പോൾ കറണ്ട് കിട്ടിയിട്ട് ഒരു 6 മാസം ആവുകയുള്ളൂ. ഞങ്ങൾ മെഴുകുതിരി വെട്ടത്തിലാണ്, ബാക്കി ദിവസമില്ല അവിടെ. അത്രയും കഷ്ടപ്പാടായിരുന്നു. അവസാനം വീട് ഒരുങ്ങുന്നു. എന്താണ് കൃഷ്ണകുമാർ ജിയോട് പറയാം? അയ്യോ, എനിക്കൊന്നും പറയില്ല. ഒരു ദൈവമാണ്. ദൈവത്തിനെ പോലെ കാണണമെന്ന് വെച്ചാൽ ദൈവത്തെ പോലെ ഓടി വന്ന് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ
എൻ്റെ ആയുസ് മൊത്തമുള്ള കടപ്പാട് ആ കുടുംബത്തിനോടും. അത് ഇവരുടെ തലയിൽ എഴുതിയിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് വരാനുള്ള സമയമാകുമ്പോൾ ഇതങ്ങ് വരുന്നു, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് റോളില്ല. നമ്മളതൊക്കെ നിമിത്തങ്ങളാവുന്നേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവിടുത്തെ കുറച്ച് സൗകര്യങ്ങൾ നമ്മൾ എന്തിനു വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇവരുടെ ഈ പിള്ളേർക്കൊക്കെ യോഗമുണ്ട്. അടുത്ത വട്ടം വീണ്ടും മത്സരിക്കുന്നുണ്ടോ? അതിനെ പറ്റിയൊന്നും ആദ്യം വീടിൻ്റെ ഒരു സ്വപ്നത്തിൽ നടക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഒന്നും നമ്മളെ ചിന്തയിലില്ല. പിന്നെ മോൻ്റെ പഠിത്തം 10ാം ക്ലാസ് പരീക്ഷ തിങ്കളാഴ്ച മോഡൽ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് പഠിക്കുക. ഇപ്പോൾ ഒരു വാടക വീടെങ്കിലും നമുക്കിപ്പം കിട്ടി. അതിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ. ഭയങ്കര സന്തോഷം. എന്തായാലും ഈ വീട്ടിൽ നിന്നുമായിരുന്നു ശ്രുതി അന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോയിക്കൊണ്ടിരുന്നത്. ഇതിനെ തുടർന്ന് ഈ ഒരു വാർത്ത, ഈ ഒരു ശ്രുതിയുടെ ദയനീയാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും എത്തിച്ചേർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് കൃഷ്ണകുമാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നതും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അപ്രതീക്ഷിതമായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനം ശ്രുതിക്ക് വീടെന്ന സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.